ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിവിൻ പോളിയെ കുറിച്ചാണ്. കാരണം ഇപ്പം ഞാൻ ഫുള്ള് ഇൻസ്റ്റാഗ്രാം തുറന്ന ഒരൊറ്റ ആളുള്ളൂ, നിവിൻ പോളി മാത്രമാണ്. കാരണം റീൽസിലൊക്കെ വരുമ്പോൾ നിവിൻ പോളി ഓണം തൂക്കി, നിവിൻ പോളി ഓണം തൂക്കി, ഫുള്ള് ഈ ഒരു കാര്യം മാത്രമേ പറയണുള്ളൂ. മറ്റെന്താ പറയുക, സോഷ്യൽ മീഡിയ ഫുള്ള്. ഒപ്പം ഈ മറ്റേ ഇത് പടം ഇറങ്ങിയാൽ നിവിൻ പോളിയുടെ ഓണ സമയത്ത് ഇറങ്ങിയ തോന്നുന്നു ബോസാങ്ക് ഓണം തന്നെ റിലീസ്, അത് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ പടവും അദ്ദേഹം കൊടുക്കുന്നതൊക്കെ ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് പോയേക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്റർവ്യൂവർ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടന് ശേഷം ഏറ്റവും കൂടുതൽ എന്താ പറയുക, മലയാളികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരാള് നമ്മുടെ നിവിൻ പോളി തന്നെയാണ്. ഒരു പക്ക ക്രൗഡ് പുള്ളറാണ് പുള്ളിക്കാരൻ. കാരണം എന്തുണ്ടാവണേന്ന് അറിയില്ല. ഓഫ് കോഴ്സ് ഞാൻ സിനിമ കണ്ടു, എനിക്കിപ്പോൾ രണ്ടാമത് ആ സിനിമ കാണാൻ പോകണം തോന്നിക്കൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി അത് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലത്തെ ഓരോ സീക്വൻസുകൾ മൈൻഡിൽ വരുന്നു. ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പുഷ് വേറെ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ ഓരോ സീൻസ് കാണുമ്പോൾ നമ്മൾ കാണാൻ പോകണം ആയിരിക്കും കിട്ടുക. അത് ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമയാണ്. ആ സിനിമ എന്താ പറയുക, നിവിൻ ചേട്ടൻ ചെയ്തപ്പോൾ അതിൽ കൂടുതൽ ഫ്ലേവേഴ്സും മാജിക്കും കൊടുന്നു. അത് കാരണം ആൾക്കാർ ഇപ്പം എന്താ പറയുക, ഈ മറ്റേ തിയേറ്ററിലേക്ക് റഷ് ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു റഷ് കണ്ടിട്ടുമില്ല ഒരു സിനിമയ്ക്കും. പിന്നെ സർവ്വമഹലൊക്കെ കണ്ടത്, അതും നിവിൻ ചേട്ടൻ്റെ പടം തന്നെയാണ്. ലാലേട്ടൻ്റെ പടങ്ങൾ വരുമ്പോൾ ഓഫ്കോഴ്സ് ഈ റഷ് കാണാറുണ്ട്. ഒരു എന്താ പറയുക, ഞാൻ നോക്കുമ്പോൾ ചില ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു 2:30-ക്കൊക്കെ ഷോട്ട് വെച്ചേക്കുക. എന്ന് വെച്ചാൽ ലേറ്റ് നൈറ്റ് ആയിട്ട് 11 മണിക്ക് 12 മണിക്ക് സ്പെഷ്യൽ ഷോട്ട് ഇട്ട് പിന്നെ 2:30-ക്ക് ഷോട്ട് വെച്ചേക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആൾക്കാർ എന്താ പറയുക അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വരികയാണ് എന്താ പറയുക നിവിൻ പോളിയുടെ സിനിമ കാണാൻ. അത്രയും എന്താ പറയുക ഒരു ക്രൗഡ് പുള്ളറാണ് പുള്ളിക്കാരൻ. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആദ്യത്തെ തുടക്ക ഫേസിൽ തന്നെ എന്താ പറയുക നല്ല ഉഗ്രൻ പടങ്ങൾ ചെയ്ത് അദ്ദേഹം കംഫർട്ട് സോൺ വീണില്ല എന്നൊക്കെ പരാതിയായി അദ്ദേഹം എന്താ പറയുക ഒരു എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ഫെയിലിയേഴ്സ് സംഭവിച്ചു. പക്ഷെ പിന്നീട് എന്താ പറയുക എത്രയും നാളുകൾ ഡൗൺഫോൾ പോലെ പോയിട്ട് പിന്നീട് പിന്നെ ആളുടെ കംഫർട്ട് സോണിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, പിടിച്ചാ കിട്ടണില്ല. എന്ത് പടേ പടക്കണേ, നല്ല ഉഗ്ര തൂക്കണത്. അയ്യോ, ഈ പടം 100 കോടി എന്തായാലും സിമ്പിളായിട്ട് ഇപ്പം ഈ അടുത്ത് കിടക്കും. കാരണം അമ്മാതിരിയാണ് ആൾക്കാർ കയറുന്നത്. എൻ്റെ ടോക്സിക് വരെ എന്തായാലും വേറൊരു എന്താ പറയുക പടത്തിനും ഇവിടെ വേറെ സ്കോപ്പൊന്നും ഇല്ല. ഖലീഫയ്ക്ക് ഉണ്ട്, ഓഫ്കോഴ്സ് ഖലീഫയ്ക്ക് മിക്സഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതും കാണണം, എനിക്ക് ഈ ബദലും കുടുംബണി യൂണിറ്റും രണ്ടാമത് കാണണം. ഇത് രണ്ടും ചിന്താഗതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ എല്ലാവരും പടം കാണുക. എന്തായാലും ഓണത്തിന് റിലീസായ പടമാണ്. ഖലീഫ ഞാൻ കണ്ടിട്ടില്ല, കണ്ടു നോക്കട്ടെ. അത് പോസിറ്റീവ് തന്നെ വരുന്നുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ പറയുന്നുണ്ട് അത്ര നെഗറ്റീവ് പറയാനുള്ളത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ മിക്സഡ് റിവ്യൂ ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഗുഡ് ബാഡ് രണ്ടും വരുന്നുണ്ട് ഖലീഫയ്ക്ക്. പക്ഷെ ബദ്രംഗുണ്മേണ് ഫുൾ പോസിറ്റീവ്. ഒരിക്കലും തിയേറ്റർ മിസ്സാക്കരുത്. ഫാമിലി ആയിട്ട് പോണവരായാലും ഫ്രണ്ട്സായി പോണവരായാലും രണ്ട് പേർക്കും എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് പോയത്. എനിക്ക് ഒറ്റയ്ക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. അഫ്കോഴ്സ് ഞാൻ ഇനി ഒറ്റയ്ക്ക് പോകാൻ പറ്റാച്ച ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ പോകാൻ പറ്റാച്ച അങ്ങനെ പോകും. ആരും ബദ്രംഗുണ്മയെ വേണ്ടിയിട്ട് മിസ് ചെയ്യേണ്ട തിയേറ്ററിൽ നിന്ന്. ആൻഡ് നിവിൻ പോളി ഒരു റിയൽ ഇൻസ്പിറേഷനാണ്. കാരണം ഒരാൾക്ക് ഇത്രയും ഡൗൺഫോൾ വന്ന സമയത്ത് പുള്ളിക്കാരന് വേണമെങ്കിൽ വേറെ ക്യാരക്ടർ റോൾസിലേക്ക് സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ തൻ്റെ ഹീറോയ്ക്ക് ഇതും പോരാത്തതിന് തൻ്റെ എന്താ പറയുക സേഫ് സോണിലേക്ക് എത്തുകയും ചെയ്തു. തൂക്കന്നെ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ചാമൊക്കെ അടിപൊളി ചാമാണ്. കാരണം എന്ത് രസമാണെന്നറിയോ തിയേറ്ററിൽ കാണാൻ. അടിപൊളിയായിരുന്നു നിവിൻ ചേട്ടൻ. അപ്പോൾ എന്തായാലും പൊളിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോവുക, ഞാൻ രണ്ടാമത് പോയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.